ചുങ്കം ചുമത്തി ലോകരാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഡൊണാൾഡ് ട്രംപ് സർവകലാശാലകൾക്കെതിരെയും വാളോങ്ങുന്നു. US കോൺഗ്രസിൽ മാർച്ച് 25-ന് അവതരിപ്പിച്ച പുതിയ ബിൽ അമേരിക്കയിൽ വിദ്യാഭ്യാസം സ്വപ്നം കാണുന്നവർക്ക് വിനയാകുമോ എന്ന ഉത്കണ്ഠ വർദ്ധിക്കുന്നതിനിടെ സർവകലാശാലകളെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയാണ് ട്രംപ്. അതിലേറ്റവും ഒടുവിലത്തെ നീക്കമാണ് നൂറ്റാണ്ട് പഴക്കമുള്ള ഹാർവർഡ് യൂണിവേഴ്സിറ്റിക്കെതിരെയുള്ള നടപടികൾ. ജൂതവിരോധം അവസാനിപ്പിക്കുന്നതടക്കം വൈറ്റ് ഹൌസ് മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ സർവകലാശാല നിരസിച്ചതിനെതിരെ പ്രതികാര നടപടികൾ ആരംഭിച്ചു. സർവകലാശാലയ്ക്കുള്ള $220 കോടി ഫെഡറൽ ഫണ്ടിംഗ് മരവിപ്പിച്ച ട്രംപ് ഭരണകൂടം വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകി. പഠിപ്പിക്കുന്നത് വെറുപ്പും വിഡ്ഢിത്തവുമാണെന്ന് ഹാർവർഡ് സർവകലാശാലയെ പരിഹസിച്ച് ട്രംപ്. ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച നാളിൽ യുഎസിലെ സർവകലാശാല ക്യാമ്പസുകളിൽ അരങ്ങേറിയ ഗാസ അനുകൂല പ്രതിഷേധങ്ങൾ പലപ്പോഴും അക്രമാസക്തമായിരുന്നു. സ്റ്റാൻഫർഡ്, മിഷിഗൺ, കൊളംബിയ, പ്രിൻസ്റ്റൺ, ബ്രൗൺ, നോർത്ത് വെസ്റ്റേൺ തുടങ്ങിയ പ്രശസ്ത സർവകലാശാല ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ കൂടാരം കെട്ടിയായിരുന്നു പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. പലയിടത്തും വിദ്യാർത്ഥികളും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടി. അന്ന് ഡൊണാൾഡ് ട്രംപിനെ റിപ്പബ്ലിക്കൻ പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പോലും പ്രഖ്യാപിച്ചിരുന്നില്ല. എന്നാൽ സർവകലാശാലകളിലെ അതിരുവിട്ട പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളെ അടിച്ചമർത്തണമെന്നും താൻ അധികാരത്തിലെത്തിയാൽ ഇതിന് അന്ത്യം കുറിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ആ വാഗ്ദാനമാണ് ട്രംപ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ദേശവിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്നു എന്ന കുറ്റം ചുമത്തി സർവകലാശാലകളെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുകയാണ് ട്രംപ് ഭരണകൂടം. വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിലേക്ക് കുടിയേറിയ ശേഷം പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെയുള്ള ആക്ടിവിസത്തിന്റെ ഭാഗമായവർക്കെതിരെ നടപടി കർശനമാക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. 2023-24 അക്കാദമിക് വർഷത്തിൽ 11 ലക്ഷം വിദ്യാർത്ഥികളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലെത്തിയത്. ഇതിൽ 3,30,000-ഓളം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നായിരുന്നു. A1 വിസ എന്ന പേരിലാണ് അമേരിക്ക വിദ്യാർത്ഥികൾക്കുള്ള വിസ അനുവദിക്കുന്നത്. വിദ്യാഭ്യാസത്തിന് അമേരിക്കയിലെത്തുന്ന വിദേശ വിദ്യാർത്ഥികൾ വിസ നിബന്ധനകൾ പാലിക്കണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. If you come to this country as a student, we expect you to go to class and study and get a degree. If you come here to vandalize a library, take over a campus and do all kinds of crazy things, we're going to get rid of these people, and we're going to continue to do it. So when we identify lunatics like these, we take away their student visa. No one's entitled to a student visa. The press covers student visas like there's some sort of birthright. No, a student visa is like me inviting you into my home. If you come into my home and put all kinds of crap on my couch, I'm going to kick you out of my house. And so, that's what we're doing with our country, thanks to the president. സ്റ്റുഡന്റ് വിസ നൽകുന്നത് പഠിക്കാനാണെന്നും അല്ലാതെ സാമൂഹിക പ്രവർത്തനത്തിനല്ല എന്നും റൂബിയോ താക്കീത് നൽകിയിരുന്നു. അമേരിക്കൻ വിസ വേണ്ടവർ സോഷ്യൽ മീഡിയ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് റൂബിയോയുടെ നിർദ്ദേശം. സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കങ്ങൾ ചിലപ്പോൾ വിസ നിഷേധിക്കുന്നതിന് കാരണമാകുമെന്ന് റൂബിയോ വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്കാണ് പ്രധാനമായും ഈ മുന്നറിയിപ്പ്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് എന്ന ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് പുറത്തിറക്കിയിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ജൂതവിരുദ്ധത പങ്കുവയ്ക്കുന്നവർക്കും ഹമാസ്, ഹൂതി, ഹിസ്ബുല്ല തുടങ്ങിയ സംഘടനകളെ പിന്തുണയ്ക്കുന്നവർക്കും വിസയില്ല എന്ന നിലപാടിലാണ് അമേരിക്കൻ ഹോംലാൻഡ് സെക്യൂരിറ്റി. ഭീകരവാദ അനുകൂലികൾക്ക് അമേരിക്കയിൽ സ്ഥാനമില്ല. ഇങ്ങോട്ട് വരാനോ ഇവിടെ തുടരാനോ അത്തരം ആളുകളെ അനുവദിക്കില്ല എന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ പബ്ലിക് അഫയേഴ്സ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പോലും വിലക്കേർപ്പെടുത്തുന്നുവെന്ന ആക്ഷേപമാണ് ഈ നടപടിക്കെതിരെ ഉയർന്നത്. US അനുവദിച്ചിട്ടുള്ള സ്റ്റുഡന്റ് വിസ റദ്ദാക്കിയെന്നും എത്രയും പെട്ടെന്ന് രാജ്യം വിടണമെന്ന് മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ നിരവധി വിദ്യാർത്ഥികളെ അറിയിച്ചിരുന്നു. പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിലും മറ്റും പങ്കെടുത്തവർക്കെതിരെയായിരുന്നു ആദ്യഘട്ടത്തിൽ നടപടി. പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്തവർക്കെതിരെയും നടപടിയുണ്ടാകുമെന്ന് അറിയിപ്പിൽ പറയുന്നു. ഇതിനിടെയാണ് ട്രംപ് ഭരണകൂടം ഹാർവർഡ് സർവകലാശാലയ്ക്കെതിരെ തിരിഞ്ഞത്. 389 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള US സർവകലാശാലയാണ് ഹാർവർഡ്.
1636 ഉപരിപഠനത്തിനായി ആദ്യമായി സ്ഥാപിച്ച സ്വകാര്യ സർവകലാശാലയാണിത്. അടുത്തിടെ 2 പ്രതിഷേധങ്ങൾ സർവകലാശാലയിൽ നടന്നിരുന്നു. അതിലൊന്ന് ട്രംപ് വിരുദ്ധ പ്രതിഷേധമായിരുന്നു. മറ്റൊന്ന് ഗാസയിലെ ആക്രമണത്തിനെതിരെ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭവും. തനിക്കെതിരെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടിയത് ട്രംപിനെ ചൊടിപ്പിച്ചു. ഹാർവർഡിൽ അമേരിക്കൻ വിരുദ്ധ ഹമാസ് അനുകൂല പ്രത്യയശാസ്ത്രം നിലവിലുണ്ടെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ആരോപണം. പിന്നാലെ ഹാർവർഡ് ക്യാമ്പസിലെ സെമറ്റിക് വിരുദ്ധത ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ച് നടപ്പാക്കേണ്ട 9 നിർദ്ദേശങ്ങളുടെ പട്ടിക വൈറ്റ് ഹൌസ് സർവകലാശാലയ്ക്ക് കൈമാറി. അതിൽ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതും അധ്യാപകരുടെ അധികാരവുമടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന തന്റെ ആവശ്യങ്ങൾ ട്രംപ് ഉൾപ്പെടുത്തിയിരുന്നു. ഹാർവർഡ് സർവകലാശാലയിലെ നിയമനം, പ്രവേശനം, പ്രോഗ്രാമുകൾ തുടങ്ങിയവ അവസാനിപ്പിക്കണമെന്നും വിദേശ വിദ്യാർത്ഥികളെ കൃത്യമായി നിരീക്ഷിക്കാനും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി സർവകലാശാലയിൽ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കണമെന്നും ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. അതേസമയം ക്യാമ്പസിൽ ജൂതവിരോധം അവസാനിപ്പിക്കുന്നതിനായി വൈറ്റ് ഹൌസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സർവകലാശാല നിരസിക്കുകയായിരുന്നു. ഇതോടെ സർക്കാരും സർവകലാശാലയും തുറന്ന ഏറ്റുമുട്ടലിലേക്ക് കടന്നു. സർക്കാർ മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങൾ ജൂതവിരുദ്ധതയെ ചെറുക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെങ്കിലും ഭൂരിഭാഗവും ഹാർവർഡിലെ ബൗദ്ധിക സാഹചര്യങ്ങളുടെ നേരിട്ടുള്ള സർക്കാർ നിയന്ത്രണമാണ് ലക്ഷ്യമിടുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർവകലാശാല നിർദ്ദേശങ്ങൾ നിരസിച്ചത്. ഒരു സ്വകാര്യ സർവകലാശാല ആരെ പഠിപ്പിക്കണം, എന്തു പഠിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ ഇടപെടരുത് എന്നായിരുന്നു സർവകലാശാലയുടെ മറുപടി. സർവകലാശാല അതിന്റെ സ്വാതന്ത്ര്യമോ ഭരണഘടനാപരമായ അവകാശങ്ങളോ ഉപേക്ഷിക്കാൻ തയ്യാറാകില്ലെന്നും ഹാർവർഡ് പ്രസിഡന്റ് അലൻ ഗാർബർ ട്രംപ് ഭരണകൂടത്തിന് മറുപടി നൽകി. തൊട്ടുപിന്നാലെ സർക്കാരിന്റെ പ്രതികാര നടപടിയും തുടങ്ങി. സർവകലാശാലയ്ക്കുള്ള $2.2 ബില്യൺ മൾട്ടി ഇയർ ഗ്രാന്റുകൾ മരവിപ്പിച്ചു. നികുതി ഇളവ് പദവി നഷ്ടപ്പെടുത്തി ഒരു രാഷ്ട്രീയ സ്ഥാപനമെന്ന നിലയിൽ സർവകലാശാലയ്ക്ക് നികുതി ചുമത്തണമെന്നും ട്രംപ് ഭീഷണി ഉയർത്തി. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ നിരസിച്ച സർവകലാശാലയ്ക്കെതിരെ പരിഹാസവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകളുടെയോ കോളേജുകളുടെയോ പട്ടികയിൽ ഹാർവർഡ് സർവകലാശാലയെ പരിഗണിക്കാൻ കഴിയില്ല എന്നായിരുന്നു ട്രംപിന്റെ പരിഹാസം. വെറുപ്പും വിഡ്ഢിത്തവുമാണ് ഹാർവർഡ് സർവകലാശാല പഠിപ്പിക്കുന്നതെന്നും ട്രംപ് തന്റെ സമൂഹമാധ്യമമായ ദ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. $60 മില്യൺ സർക്കാർ കരാറുകൾ മരവിപ്പിച്ചതായി ജൂതവിരോധം തടയുന്നതിനുള്ള ട്രംപിന്റെ സംയുക്ത ടാസ്ക് ഫോഴ്സും അറിയിച്ചു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ക്യാമ്പസുകളെ ബാധിച്ച പഠനപരമായ തടസ്സങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നും ജൂത വിദ്യാർത്ഥികൾക്കെതിരായ പീഡനങ്ങൾ അസഹനീയമാണെന്നും സംയുക്ത ടാസ്ക് ഫോഴ്സിന്റെ പ്രസ്താവനയിൽ പറയുന്നു. നികുതിദായകരുടെ പിന്തുണ തുടർന്നും ലഭിക്കണമെങ്കിൽ ഉന്നത സർവകലാശാലകൾ ഈ പ്രശ്നം ഗൗരവമായി കാണണമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ വിദേശ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള അനുമതി നിഷേധിക്കുമെന്നും US ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് സർവകലാശാലയ്ക്ക് അന്ത്യശാസനം നൽകി. സ്റ്റാൻഫർഡ്, മിഷിഗൺ, കൊളംബിയ, പ്രിൻസ്റ്റൺ, ബ്രൗൺ, നോർത്ത് വെസ്റ്റേൺ തുടങ്ങി 60-ലേറെ സർവകലാശാലകളുടെ അനുമതികൾ വെട്ടിക്കുറച്ചെങ്കിലും പിന്നീട് വിട്ടുവീഴ്ചയ്ക്കും ട്രംപും സർവകലാശാലകളും തയ്യാറായി. എന്നാൽ ലോകം ആദരവോടെ കാണുന്ന ഹാർവർഡ് സർവകലാശാലയുടെ ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് രാജ്യാന്തര സമൂഹം.